ലൂഥറൻ അവർ മിനിസ്ട്രീസ് ക്രിസ്ത്യൻ മീഡിയ സെന്റർ അവതരിപ്പിക്കുന്ന സ്വർഗസുധ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹീതമായിരുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു. ധ്യാനവചസ്, ദൈവസംഗീതം, സുബിൻസ് കൗൺസിലിംഗ് ടോക്ക്, കുട്ടിയോളും ഞാനും, ദൈവസന്നിധി എന്നിങ്ങനെ 5 സെഗ്മെന്റ്സ് കോർത്തിണക്കി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന പ്രോഗ്രാമാണ് സ്വർഗസുധ. കഴിഞ്ഞ എപ്പിസോഡിലെ സെഗ്മെന്റ്സ് എല്ലാം നിങ്ങൾക്ക് അനുഗ്രഹീതമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നത്തെ സെഗ്മെന്റ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യത്തെ സെഗ്മെന്റ് ധ്യാനവചസ്. നമുക്ക് വിശ്വാസത്തോടെ ആത്മീയ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കാം. ഒരു വചന സന്ദേശം കേൾക്കാം. ധ്യാനവചസ്. പിതാ പുത്ര പരിശുദ്ധാത്മനാമത്തിലേവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ചുരുക്കമായ ചിന്തയ്ക്ക് അടിസ്ഥാനമായി എടുത്തിരിക്കുന്ന വചനം 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ നിന്നുള്ള ഒരു ചെറിയ ചോദ്യമാണ്. 2 രാജാക്കന്മാർ 5:25. ഗേഹസിയെ, നീ എവിടെ പോയിരുന്നു എന്നതാണ് ആ ചോദ്യം. ക്രിസ്തുയേശുവിനാൽ സ്നേഹിക്കപ്പെടുന്നവരെ, ഒരു വ്യക്തിയോട് നീ എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുന്നത് സ്വാഭാവികമായ ഒരു ചോദ്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയും. കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അങ്ങനെ സാധാരണ പലരോടും പല ഘട്ടങ്ങളിൽ ചോദിക്കാറുണ്ട്, നീ എവിടെ പോയിരുന്നു എന്ന്. എന്നാൽ അത്തരത്തിലുള്ള സ്വാഭാവികമായ ഒരു ചോദ്യമല്ല ഇത് എന്ന് നമുക്ക് ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യമേ തന്നെ ഈ ചോദ്യം ചോദിക്കുന്നത് ഇസ്രായേലിലെ ശ്രേഷ്ഠ പ്രവാചകനായിരുന്ന ഏലിയാവിൻ്റെ പിൻഗാമിയായി വന്ന എലീശ പ്രവാചകൻ ആണ്. ചോദ്യം ചോദിക്കുന്നത് എലീശ പ്രവാചകൻ. ചോദിക്കുന്നത് ആരോടാണ് എന്ന് ചോദിച്ചാൽ അത് തൻ്റെ ശിഷ്യഗണങ്ങളിൽ ഒരാളായിരുന്ന, തന്നോടൊപ്പം നിന്നതായ ഗേഹസി എന്ന മനുഷ്യനോട് ആണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു എന്നുള്ളത് അതിൻ്റെ പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കാലഘട്ടത്തിൽ ആരാമിൽ ഭരണം നടത്തിയിരുന്ന രാജാവിന് ഏറ്റവും വലിയ വിജയങ്ങൾ സമ്മാനിച്ച ഒരു സേനാധിപതി ഉണ്ടായിരുന്നു. അവൻ്റെ പേര് നയമാൻ. നയമാനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നേടുവാൻ കഴിഞ്ഞ ഒരു ധീര യോദ്ധാവായിരിക്കുമ്പോഴും യുദ്ധ തന്ത്രങ്ങളിലൊക്കെ അവൻ വലിയ ജയം നേടിയവനായിരുന്നപ്പോഴും അവൻ്റെ വിലയേറിയ വസ്ത്രങ്ങൾക്കും അതുപോലെ തന്നെ അവൻ അണിയുന്ന പടച്ചട്ടകൾക്കും ഒക്കെ ഉള്ളിൽ അവൻ്റെ ശരീരം ഇങ്ങനെ ജീർണിച്ച് വ്രണമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രോഗ അവസ്ഥയിലൂടെയാണ് അവൻ കടന്നുപോയത്. ഇവിടെ കുഷ്ഠരോഗം എന്ന് നമ്മൾ പഠിക്കുന്നു. ഇങ്ങനെ തൻ്റെ ശരീരം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് ലഭിച്ചതായ ഒരു അറിവാണ്, അവൻ യുദ്ധത്തിൽ പിടിച്ചുകൊണ്ടുവന്ന ഇസ്രായേല്യ ബാലിക തൻ്റെ വീട്ടിൽ ഇങ്ങനെ ശുശ്രൂഷ ചെയ്ത് നിൽക്കുമ്പോൾ ആ പെൺകുട്ടി തൻ്റെ യജമാനത്തിക്ക് കൊടുത്ത ഒരു അറിവായിരുന്നു, പ്രവാചകൻ ഇസ്രായേലിൽ ഉണ്ട്, ആ പ്രവാചകനെ പോയി കാണുകയാണെങ്കിൽ ഈ മനുഷ്യന് സൗഖ്യം ലഭിക്കും എന്നുള്ളത്. എന്നാൽ നയമാൻ അറിഞ്ഞതായ വാർത്ത അതവന് സന്തോഷം പകരുന്നതായിരുന്നെങ്കിലും ചില തെറ്റിദ്ധാരണകൾ അവന് സംഭവിക്കുന്നുണ്ട്. അവൻ രാജാവിനോട് ഈ വിവരം അറിയിക്കുന്നു. രാജാവ് അവിടെ നിന്ന് ഇസ്രായേൽ രാജാവിന് ഒരു കത്തും കൊടുത്ത് അതിനോടൊപ്പം കുറച്ച് സമ്മാനങ്ങളും നൽകി അവനെ യാത്രയാക്കുന്നു. ഇവിടെ 6000 ശെക്കെൽ പൊന്ന് അല്ലെങ്കിൽ സ്വർണം, അതുപോലെ തന്നെ 10 താലന്ത് വെള്ളി, വിലയേറിയ 10 കൂട്ടം വസ്ത്രങ്ങൾ, ഇവയൊക്കെ സമ്മാനങ്ങളായി എടുത്തുകൊണ്ട് അവൻ തൻ്റെ ഒരു ദാസന്മാരെയും കൂട്ടി ഒരു സംഘമായി പുറപ്പെട്ട് ഇസ്രായേലിലേക്ക് ചെല്ലുന്നു. രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ഈ കത്ത് കൈമാറുമ്പോൾ രാജാവ് വല്ലാതെ കോപിക്കുകയും, ഞാനിവർ രോഗിയെ സൗഖ്യമാക്കുവാൻ, പ്രത്യേകിച്ചും കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി തീർക്കുവാൻ തക്കവണ്ണം എനിക്കെന്ത് കഴിവാണുള്ളത്, ഞാൻ ദൈവമാണോ എന്നൊക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രാജസന്നിധിയിൽ നിന്ന് അവരുടെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവർക്ക്
മനസ്സിലാകുന്നത് പ്രവാചകൻ്റെ അരികിലേക്ക് പോകുന്നതാണ് ഉത്തമം എന്ന്. അങ്ങനെ അവർ പ്രവാചകൻ്റെ അരികിലേക്ക് അനയിക്കപ്പെടുന്നു. എന്നാൽ പ്രവാചകൻ്റെ ഭവനത്തിലേക്ക് ചെന്ന് നിൽക്കുമ്പോൾ പ്രവാചകനായ എലീശ ഈ മനുഷ്യൻ്റെ അരികിലേക്കൊന്ന് വരികയോ അവനോട് എന്തെങ്കിലും നേരിട്ട് സംസാരിക്കുകയോ അവൻ്റെ രോഗസൗഖ്യത്തിനായി അവന് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യാതെ ആ വീടിനുള്ളിൽ മറഞ്ഞിരുന്നു കൊണ്ട് തന്നെ ഒരു നിർദ്ദേശം കൊടുത്തു, യോർദാനിൽ പോവുക, 7 വട്ടം കുളിക്കുക എന്നത്. നമ്മോട് വായിക്കുന്നുണ്ട്. അത് കേട്ടിട്ട് നയമാന് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. അവൻ മടങ്ങിപ്പോകുവാൻ തയ്യാറായി. പക്ഷേ തന്നോടൊപ്പമുള്ള ആ ദാസന്മാരുടെ വാക്കിന് അനുസരണമായി അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം അവൻ ആ യോർദാനിലേക്ക് ചെന്ന് 7 വട്ടം മുങ്ങി. എന്നാൽ അവൻ്റെ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറമായി ആ യോർദാനിൽ 7 വട്ടം മുങ്ങി കരകയറുമ്പോൾ അവൻ്റെ ശരീരം ഒരു ചെറിയ ബാലൻ്റെ ശരീരം പോലെ കോമളമായ ഒരു ശരീരമായി രൂപാന്തരപ്പെട്ടു എന്നുള്ളതാണ്. അവൻ്റെ ശരീരത്തെ കാർന്നു തിന്നിരുന്നതായ ആ രോഗാവസ്ഥയിൽ നിന്ന്, കുഷ്ഠത്തിൽ നിന്ന്, ആ കുഷ്ഠത്തിൻ്റെ അശുദ്ധിയിൽ നിന്ന്, ആ വ്രണങ്ങളിൽ നിന്ന്, ശരീരത്തിൻ്റെ മുരടിപ്പുകളിൽ നിന്നൊക്കെ അവന് ഒരു പരിപൂർണമായ സൗഖ്യവും ആരോഗ്യവും വീണ്ടു കിട്ടിയപ്പോൾ അവനേറെ സന്തോഷത്തോടുകൂടി പ്രവാചകൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. പ്രവാചകന് സമ്മാനങ്ങൾ കൈമാറുവാൻ അവൻ ആഗ്രഹിച്ചു. എന്നാൽ നോക്കുക, പ്രവാചകൻ വളരെ സന്തോഷത്തോടുകൂടി അതെല്ലാം നിരസിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ആ കാലഘട്ടത്തിലൊക്കെ ദൈവത്തിൻ്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദൈവ വിളിക്കനുസരണമായി പ്രവാചകന്മാരായി ഇറങ്ങി പുറപ്പെടുന്നവരൊക്കെ തങ്ങൾക്കുള്ളതൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഈ പാതയിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. നമുക്ക് എലീശയുടെ വിളി തന്നെ പരിശോധിക്കുമ്പോൾ അത് കാണാൻ സാധിക്കും. ഏലിയാവ് ചെന്ന് തൻ്റെ പുതപ്പ് അവൻ്റെ മേലിട്ടപ്പോൾ അവൻ ഏലിയാവിനോട് ഒരു വാക്ക് ചോദിച്ചു, ഞാനൊന്ന് പോയി എൻ്റെ മാതാപിതാക്കളെ ചുംബിച്ചു കൊള്ളട്ടെ. അവനത് അനുവദിക്കുകയും ചെയ്തു. അവൻ നേരെ തൻ്റെ മാതാപിതാക്കളോട് പോയി യാത്ര പറഞ്ഞ് അവൻ മടങ്ങി വരുമ്പോൾ അവൻ ചെയ്യുന്നത്, അവൻ അതുവരെയും അധ്വാനത്തിനായി ഉപയോഗിച്ചിരുന്ന തൻ്റെ വയലിലെ കൃഷിപ്പണിക്ക് ഉപയോഗിച്ചിരുന്ന ആ കലപ്പയെ ഒക്കെ വെട്ടിക്കീറി വിറകാക്കിയിട്ട് താൻ ഉഴവിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്ന കാളകളെ കൊന്ന് അതിനെ മാംസമാക്കി അതിനെ പാകം ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും കൊടുത്ത് അവൻ അവിടെ നിന്ന് യാത്ര പുറപ്പെടുന്നതാണ്. അപ്പോൾ നോക്കുക, തനിക്കെന്ന് പറഞ്ഞ് എന്തെങ്കിലും പ്രത്യേകമായി മാറ്റിവെക്കാതെ എന്നേക്കുമായി എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പുറപ്പെടുന്നവനാണ് ഒരു പ്രവാചകൻ. അവൻ്റെ ദൈനംദിന ജീവിതം അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കും. പക്ഷേ അവൻ തനിക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചു വയ്ക്കുന്നവൻ അല്ല. ഇവിടെ നോക്കുക, ഈ പ്രവാചകൻ തനിക്ക് ഇവിടെ ഈ സമ്പത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ സ്നേഹത്തോടെ നിരസിച്ചു. 6000 ശെക്കൽ പൊന്നും അതുപോലെ തന്നെ ഈ 10 കൂട്ടം വിലപിടിച്ച വസ്ത്രങ്ങളും അതോടൊപ്പം 10 താലന്ത് വെള്ളിയും ഒക്കെ അവന് വാങ്ങാമായിരുന്നു. പക്ഷേ അവനത് വാങ്ങിയില്ല. സന്തോഷത്തോടുകൂടി നയമാനെയും കുട്ടരെയും അവൻ യാത്ര പറഞ്ഞ് അയക്കുന്നു. എന്നാൽ ഇവിടെ മാറി നിന്നുകൊണ്ട് ഇതെല്ലാം വീക്ഷിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അവനാണ് ശിഷ്യനായ ഗേഹസി. ഗേഹസിയെ സംബന്ധിച്ച് അവൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ആഗ്രഹം ഉണ്ടാകുന്നു. താനൊരു പ്രവാചക ശിഷ്യനായി ഈ ഒരു ശുശ്രൂഷയുടെ രംഗത്ത് എലീശായോടൊപ്പം ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് കൊണ്ട് ഗുരുവിനെപ്പോലെ തന്നെ താനും ഈ ലോകപരമായ സമ്പാദ്യങ്ങളൊന്നും ശേഖരിച്ചു വയ്ക്കാതെ മുൻപോട്ട് പോകണം, അതിലൊന്നും തൽപരനാകരുത് എന്നുള്ള കാര്യം അവൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. അവൻ പിന്നാലെ ഓടിച്ചെന്ന് അവരോട് ചില കള്ളം പറഞ്ഞിട്ട് ചില പ്രവാചക ശിഷ്യന്മാർക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള സമ്മാനമെന്ന് ചോദിച്ച് അവരോട് വാങ്ങുമ്പോൾ ഒരു കൂട്ടം വസ്ത്രം ചോദിച്ചു. അതുപോലെ തന്നെ അവൻ 1 താലന്ത് വെള്ളി ചോദിച്ചു. പക്ഷേ 2 കൂട്ടം വസ്ത്രവും 2 താലന്ത് വെള്ളിയും അവർ കൊടുത്തു. ഇതുകൊണ്ടവൻ തൻ്റെ ഭവനത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ട് വന്ന് പ്രവാചകൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ പ്രവാചകൻ ചോദിക്കുന്നു, നീ എവിടെ പോയിരുന്നു? തെറ്റിൻ്റെ പാതയിലേക്ക്, ദൈവഹിതത്തിന് വിപരീതമായ വഴികളിലേക്ക് പോകുമ്പോഴുള്ള ഒരു ചോദ്യമാണിത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമാണ് ദൈവത്തിൻ്റെ ഈ ചോദ്യം ഉയരുന്നത്. നീ എവിടെ പോയിരുന്നു? തെറ്റായ വഴികളിലൂടെയാണോ നീ പോയിക്കൊണ്ടിരിക്കുന്നത്? എൻ്റെ ഹിതത്തിന് വിപരീതമായിട്ടാണോ നീ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്?
അവിടെ നമ്മൾ മനസ്സിലാക്കുന്നു, ആ ചോദ്യത്തിൻ്റെ ഒടുവിൽ അവൻ ചെയ്തതായ ആ തെറ്റിന് പകരമായി അവനും അവൻ്റെ തലമുറകൾക്കും നയമാൻ്റെ അതേ കുഷ്ഠരോഗം സമ്മാനമായി ലഭിച്ചു എന്നുള്ളതാണ്. ജീവിതം ദൈവത്തിൻ്റെ വഴികളിലൂടെ തിരിച്ചുവിടേണ്ടതാണ്, ദൈവഹിതപ്രകാരം നയിക്കപ്പെടേണ്ടതാണ്. അവിടെയാണ് അനുഗ്രഹം, അവിടെയാണ് നന്മ. നമുക്കതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവകൃപയ്ക്ക് അനുസരണമായി, ദൈവവചനത്തിനനുസരണമായി ജീവിതത്തെ മുൻപോട്ട് നയിച്ച് നന്മ പ്രാപിക്കുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. ഏറെ ചിന്തിപ്പിച്ച, പ്രത്യാശ നൽകിയ ഒരു വചന സന്ദേശമായിരുന്നു നമ്മൾ ശ്രവിച്ചതല്ലേ? ഇനി മധുരമേറിയ ഒരു ഗാനം കേൾക്കാം ദൈവസങ്കീർത്തത്തിലൂടെ. സന്തോഷത്തോടെ ദൈവസങ്കീതം. യേശുവോടു കൂടെ വാഴുവാൻ നിത്യമായ പാർപ്പിടം ഒരുക്കിടുന്നവൻ മധ്യവാനിൽ ദൂതരുമായി വന്നിടാൻ കാത്തു നിൽക്കും ഭക്തരെയും ചേർത്തിടാൻ മധ്യവാനിൽ ദൂതരുമായി വന്നിടാൻ കാത്തു നിൽക്കും ഭക്തരെയും ചേർത്തിടാൻ. മഹാമാരിയാൽ നശിച്ചു പോകുന്നേ രാജ്യങ്ങളാകെ ഭീതിയാ മഹാമാരിയാൽ നശിച്ചു പോകുന്നേ രോഗങ്ങളാൽ മനുഷ്യ ജീവൻ പൊലിഞ്ഞിടുന്നു ലോകത്തിൽ സാന്ത്വനങ്ങൾ തീർന്നു പോകുന്നേ രോഗങ്ങളാൽ മനുഷ്യ ജീവൻ പൊലിഞ്ഞിടുന്നു ലോകത്തിൽ സാന്ത്വനങ്ങൾ തീർന്നു പോകുന്നേ യേശുവോടു കൂടെ വാഴുവാൻ നിത്യമായ പാർപ്പിടം ഒരുക്കിടുന്നവൻ മധ്യവാനിൽ ദൂതരുമായി വന്നിടാൻ കാത്തു നിൽക്കും ഭക്തരെയും ചേർത്തിടാൻ മധ്യവാനിൽ ദൂതരുമായി വന്നിടാൻ കാത്തു നിൽക്കും ഭക്തരെയും ചേർത്തിടാൻ. വളരെ ഹൃദയസ്പർശിയായ ഒരു ഗാനമായിരുന്നു നാം ഇപ്പോൾ ശ്രവിച്ചത്. ഇനി നമ്മളുടെ ജീവിത വിജയത്തിന് നമ്മളെ സഹായിക്കുന്ന ഒരു സെഷനായാലോ? അടുത്ത സെഗ്മെൻറ്റ് സുബിൻസ് കൗൺസിലിംഗ് ടോക്ക്. നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ടുന്ന ആൾക്കാർ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് പോവുക. നമ്മുടെ ജീവിതത്തിൽ
ദൈനംദിന ജീവിതത്തിൽ ജോലിയിൽ, തൊഴിൽ ഇടങ്ങളിൽ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഇടങ്ങളിൽ, അല്ലെങ്കിൽ ദൈനംദിനം അല്ലാതെയുള്ള ഇടങ്ങളിൽ ഒക്കെയും പൊതു ഇടങ്ങളിലൊക്കെയും നമുക്ക് ധാരാളം ആളുകളെ അഭിമുഖീകരിക്കേണ്ടതായി വരും. എന്നാൽ ചില ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നത്, പാടെയോ അല്ലെങ്കിൽ പകുതിയായോ ഭാഗികമായോ ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം നിറയെ പേർക്ക് ആളുകളെല്ലാവരെയും കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെയുള്ള ആൾക്കാർ, ഞാൻ പറയാൻ പോകുന്ന ആൾക്കാർ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കും, സ്വസ്ഥത നഷ്ടപ്പെടുത്തിക്കളയും, സമാധാനം നഷ്ടപ്പെടുത്തിക്കളയും. അങ്ങനെയുള്ള ആൾക്കാരെ ഒഴിവാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഇന്ന് പറയുക. ഒന്നാമത്, വിമർശിക്കുന്ന ആളുകൾ. സാധാരണ വിമർശനം വളരെ നല്ല കാര്യമാണ്. ജീവിതത്തിൽ നമ്മുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചു തരികയും നമ്മളെ തിരുത്താൻ സഹായിക്കുകയും ചെയ്യുന്നവരാണ് വിമർശകർ. എന്നാൽ തകരണം എന്ന വിചാരത്തോടുകൂടെ, എന്ന ചിന്തയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മുടെ ചുറ്റുപാടും കാണുവാൻ കഴിയും. അങ്ങനെയുള്ളവരെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നെഗറ്റീവ് പറയുന്ന ആൾക്കാരാണ്. എന്തിനും ഏതിനും നെഗറ്റീവ് മാത്രം. അത് ശരിയല്ല, ശരിയാവില്ല, കാണ്ടെന്ന് പറയും അല്ലേ. ശരിയില്ല, ശരിയാവില്ല, നടക്കില്ല, നടക്കാൻ സാധിക്കില്ല, നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് മാത്രം ഏത് കാര്യത്തിനും നെഗറ്റീവ് മാത്രം പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളെ പിന്നോട്ട് എപ്പോഴും പിടിച്ചു വലിച്ചു കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ആൾക്കാരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടുന്നത് ഏറ്റവും ആവശ്യമാണ്. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അസൂയാലുക്കളായിട്ടുള്ള ആളുകളാണ്. ജീവിതത്തിൽ വളരുന്നതിന് തടസ്സമായിട്ട്, വിഘാതമായിട്ട് അവർ എപ്പോഴും നിൽക്കുകയും നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെയുള്ളവരെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ഏറ്റവും ആവശ്യം. നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നിങ്ങളുടെ സമയം മെനക്കെടുത്തിക്കുന്ന ആളുകൾ. നിങ്ങൾക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ടായിരിക്കും, എന്നാൽ ടൈം സ്പോയിൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുണ്ടായി. അവർ വെറുതെ എന്തെങ്കിലും കാര്യം പറഞ്ഞ്, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം അവതാളത്തിലാക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം പാഴാക്കുന്ന, നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കാതെ അതിനിടയിൽ കയറിയപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്ന ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഏറ്റവും പ്രധാനമായി ഒഴിവാക്കേണ്ടത് ആവശ്യമാണ്. അടുത്ത വിഭാഗം എന്ന് പറയുന്നത് സ്വയകേന്ദ്രീകൃതമായിട്ടുള്ള ആളുകളുണ്ട്. സെൽഫ് സെൻട്രിക് എന്ന് പറയും. അവരുടെ കേന്ദ്രം എപ്പോഴും അവർ മാത്രമാണ്. ചുറ്റുപാടുമുള്ള ആൾക്കാരെ അവർ കാണാറില്ല, ചുറ്റുപാടുമുള്ള ആൾക്കാരെ അവർ കേൾക്കാറില്ല, ചുറ്റുപാടുമുള്ള ആൾക്കാരെ അവർ മനസ്സിലാക്കാറില്ല, ചുറ്റുപാടും ആൾക്കാർ ഉണ്ടെന്ന് തന്നെ പലപ്പോഴും അവർ ചിന്തിക്കാറില്ല. അവർക്ക് അവർ മാത്രമാണ് പ്രധാനം, അവർ മാത്രമാണ് അവരുടെ ജീവിതത്തിൻ്റെയും ചിന്തയുടെയും കേന്ദ്രമായി വർത്തിക്കുക. അങ്ങനെയുള്ള ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അടുത്ത വിഭാഗം എന്ന് പറയുന്നത് നിങ്ങളെ പരിഗണിക്കാത്ത ആളുകൾ. അങ്ങനെയുള്ളവരെ ഒഴിവാക്കുക. നിറയെ പേർക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തങ്ങളെ പരിഗണിക്കാത്ത ആളുകൾ, ഇപ്പോൾ കൺസ്യൂമറിസത്തെക്കുറിച്ച് പറയുമ്പോൾ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ കാണിക്കാൻ വേണ്ടിയാണ് സാധനങ്ങൾ വാങ്ങുന്നത് എന്നൊരു ചിന്ത പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നമുക്കിഷ്ടമില്ലാത്ത ആൾക്കാരെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി, അവരെ കാണിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ പ്രീതി പിടിച്ചു പറ്റുവാൻ വേണ്ടി ഒരുപാട് സമയവും കഴിവും താലന്തുകളും ചിലവഴിക്കുന്ന ഒരുപാട് പേരെ നമ്മുടെ ചുറ്റും കാണുവാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരെ പ്രീണിപ്പിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല, പ്രീണിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം അവരെ നമ്മൾ എന്ത് ചെയ്താലും നമ്മളെ അവഗണിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളെ അവഗണിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മുടെ സമയമോ കഴിവുകളോ ശേഷികളോ ശേമുഷികളോ ഒന്നും പാഴാക്കേണ്ട ആവശ്യം ഒട്ടും തന്നെ ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരെയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. അടുത്ത വിഭാഗമെന്ന് പറയുന്നത് വിക്റ്റിമായിട്ടുള്ള ആളുകളാണ്. യഥാർത്ഥത്തിലുള്ള വിക്റ്റിമുകൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ രോഗമോ ദുരിതമോ ദുരന്തങ്ങളോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് നമ്മൾ ചേർന്ന് നിൽക്കുകയും അവരെ സഹായിക്കുകയും അവരോട് എപ്പോഴും അനുഭാവപൂർണ്ണം ഇടപെടുകയും വേണം. എന്നാൽ മറ്റൊരു വിഭാഗം ആൾക്കാരുണ്ട്, വിക്റ്റിമായിട്ട് അഭിനയിക്കുന്ന ആളുകൾ. എപ്പോഴും എനിക്ക് രോഗമാണ്, എനിക്ക് ദുരിതമാണ്, എനിക്ക് പ്രയാസമാണ് എന്ന് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടുവാനും അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ നേടുവാനും വേണ്ടി മാത്രമാണ് ഈ വിക്റ്റിമായിട്ട് അവർ അനുഭവിക്കുന്നത്. ഇരവാദമെന്ന് മലയാളത്തിൽ പറയും. വിക്റ്റിമായിട്ട് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ അഭിനയിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ജീവിതത്തിലുണ്ട്. കാരണം അവർക്ക് നേട്ടങ്ങളിൽ, അവരുടെ സ്വന്തം നേട്ടങ്ങളിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ, അതുമാത്രമേ അവർ കാര്യമാക്കുകയുള്ളൂ. മറ്റൊന്നും അവർക്ക് വിഷയമേ അല്ല. അവർ വെറുതെ നിങ്ങളെ ഉപദ്രവിക്കുവാൻ വേണ്ടി ആയിരിക്കും വരിക. അങ്ങനെ വ്യക്തിമായി അഭിനയിക്കുന്ന, യഥാർത്ഥത്തിൽ വ്യക്തിമായി അഭിനയിക്കുന്ന ആളുകളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ഏറ്റവും അവസാനമായിട്ട് ഒഴിവാക്കുന്ന ടോക്സിക് ആയിട്ടുള്ള ആളുകളാണ്. ജീവിതത്തിൽ നിങ്ങളുടെ പ്രത്യാശകളെയും പ്രതീക്ഷകളെയും തകർക്കുന്ന, നിങ്ങൾക്കെപ്പോഴും നിരാശയുണ്ടാക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ, ടോക്സിക് ആയിട്ടുള്ള ആളുകൾ, വളരെ വിഷം നിറഞ്ഞ ആളുകൾ എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെയുള്ള ആളുകൾ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായി ഒഴിവാക്കുക. കാരണം അവരുടെ ഒരു ലക്ഷ്യം അടുത്തയാൾ, നിങ്ങളെ മാത്രമല്ല ആരെയായിരുന്നു അവർ നശിപ്പിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ശൈലിയും രീതികളും. അങ്ങനെയുള്ള ടോക്സിക് ആളുകളെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പരിപൂർണമായി ഒഴിവാക്കുക. കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാമെങ്കിൽ ഈ വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ഒഴിവാക്കുന്നത് നിങ്ങളുടെ സമാധാനത്തിനും നിങ്ങളുടെ സന്തോഷത്തിനും ഏറ്റവും അത്യാവശ്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. വളരെ അർത്ഥവത്തായ ഒരു ക്ലാസ് ആയിരുന്നു അല്ലേ? ഇനി കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കുന്ന സെഗ്മെന്റ് കുട്ടികളും ഞാനും.
ഹലോ കൂട്ടുകാരെ, ഹായ്, എല്ലാവർക്കും സുഖാണല്ലോ? സുഖാണോ എന്നാ ചോദിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലായി, നമ്മുടെ കിറ്റിയാണ്. കിറ്റിയും ഞാനും പിന്നും നമുക്ക് ഒരുമിച്ച് കാണാനായിട്ട് കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോ കഥകൾ കേൾക്കുന്നുണ്ട്, കഥയിൽ നിന്ന് നമ്മൾ വചനം പഠിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ നല്ല മക്കളായി വളരാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലേ? അല്ലേ, അതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കിറ്റി ഒരു കഥ പറയും. അങ്കിള് പറയുമെന്നാ പറയാം. ഇല്ല, കിറ്റിക്ക് പറഞ്ഞാൽ എന്താ? നാളെ പറയാം. നാളെ പറയാമെന്ന്. കിറ്റി നാളെ പറയാം അല്ലേ? അപ്പോൾ ഇന്ന് അങ്കിള് പറയട്ടെ. അങ്കിള് പറയാൻ നല്ലതെന്ന് എടാ മടിയനായതുകൊണ്ടാണോ? അല്ല, അങ്കിള് പറഞ്ഞാൽ മതി. അവൻ മടിയനൊന്നും അല്ല. അതെന്താ നീ അങ്ങനെ പറയുന്നത്? നിനക്ക് പറയാൻ എന്താ കുഴപ്പം? കഥ കേൾക്കാനാണ് ഇഷ്ടമെന്ന്. അപ്പോൾ കിറ്റി കഥ കേൾക്കാൻ ഇഷ്ടം, അതുപോലെ കൂട്ടുകാർ കഥ കേൾക്കാനാണ് ഇഷ്ടം അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ കഥ പഠിക്കാൻ പോവുകയാണ്. ഒരു കുറുക്കൻ്റെയും ഒരു പൂച്ചയുടെയും കഥയാണ്. എൻ്റെ കൂട്ടുകാരാണെന്ന്. കിറ്റിക്ക് ഇത്തരത്തിലുള്ള കൂട്ടുകാരൊക്കെ ഉണ്ടല്ലേ? കാട്ടിലുണ്ടെന്ന്. അപ്പോൾ കുറുക്കൻ്റെയും ഒരു പൂച്ചയുടെയും കഥയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരിക്കൽ ഈ കുറുക്കനും പൂച്ചയും നല്ല കൂട്ടുകാരായിരുന്നു. കിറ്റിയും കൂട്ടുകാരായിരുന്നു. ഇപ്പം കിറ്റി ഇപ്പം ഈ കഥയിലില്ല. അത് രണ്ടുപേരുടെ കഥയാണ്. കേൾക്കണോ വേണ്ടയോ? പറഞ്ഞോളൂ എന്നാ. അപ്പോൾ ഒരു കുറുക്കനും ഒരു പൂച്ച, രണ്ട് കൂട്ടുകാരാണ്. ഒരിക്കൽ ഈ കുറുക്കൻ ഇങ്ങനെ സന്തോഷത്തോടെ നടന്നു വരികയായിരുന്നു. നടന്നു വരാൻ സമയത്ത് പൂച്ച അവരുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ പൂച്ച പറഞ്ഞു, ഇന്ന് ഒരുപാട് സന്തോഷത്തിലാണല്ലോ, എന്ത് പറ്റി? ഇത്രയും നാളും കുറച്ച് ദിവസം കാണാനില്ലായിരുന്നല്ലോ, എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുറുക്കൻ പറഞ്ഞു, ഞാൻ ഒരു അഭ്യാസിയുടെ അടുക്കലായിരുന്നു. അപ്പോൾ പൂച്ച ചോദിച്ചു, അഭ്യാസിയോ? എന്തഭ്യാസി? എന്തഭ്യാസി? അഭ്യാസം എന്ന് പറഞ്ഞാൽ എന്തോ കഴിവുകളൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഈ കുറുക്കൻ പറഞ്ഞു, അത് പിന്നെ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാനുള്ള 100 വിദ്യകൾ എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു അഭ്യാസിയുടെ അടുക്കലായിരുന്നു. കൊള്ളാലോ? അപ്പോൾ 100 വിദ്യകളാണ് പഠിച്ചിട്ട് വന്നേക്കുന്ന ശത്രുവിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ. അപ്പോൾ പൂച്ചയ്ക്ക് ഭയങ്കര ആകാംക്ഷയായി. പൂച്ച പറഞ്ഞു, എനിക്കൂടെ അതൊന്ന് കാണിച്ചു തരാമോ? നീ എനിക്കിവിടെ നിന്ന് പഠിപ്പിച്ചു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, പിന്നെന്താ, ഞാൻ പഠിപ്പിച്ചു തരാം. കുറുക്കൻ ഓരോ വിദ്യകളായിട്ട് ഇങ്ങനെ പഠിച്ചതെല്ലാം പൂച്ചയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തുടങ്ങി. ഓരോ അടവുകളും, എങ്ങനെ രക്ഷപ്പെടാം, ശത്രു വന്നാൽ, ഒരു കരടി വന്നാൽ, ഒരു സിംഹം വന്നാൽ എങ്ങനെ രക്ഷപ്പെടാം എന്നൊക്കെ ഉള്ള വിദ്യകൾ, പഠിച്ച കാര്യങ്ങളെല്ലാം ഇങ്ങനെ അവതരിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴതുവഴി ഒരു പുലി വന്നു കേട്ടോ. നല്ല വിശന്നാണ് പുലി വരുന്നത്. പക്ഷേ ഈ രണ്ടുപേരും കണ്ടില്ല. എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇവർ കണ്ടില്ല. ഇവരിങ്ങനെ പൂച്ച നോക്കിക്കൊണ്ടിരിക്കുന്നു, കുറുക്കൻ ഇങ്ങനെ അടവുകൾ, ഇങ്ങനെ വിദ്യകൾ പറഞ്ഞു കൊടുക്കുന്നു. പുലി അതുവഴി വന്നു. പുലി നോക്കിയപ്പോൾ 2 പേരിങ്ങനെ നിൽക്കുന്നു, ഒരു കുറുക്കനും ഒരു പൂച്ചയും. ഇന്നത്തെ ആഹാരം സൂപ്പർ, ഒരു പൂച്ചയും ഒരു കുറുക്കനും, ഇന്ന് ഇത് മതി. അങ്ങനെ പുലി നല്ല സന്തോഷത്തോടെ വന്നു, ചാടി ഇവരുടെ മുമ്പിൽ വീണതും പൂച്ച എന്തിനറിയാമോ? പെട്ടെന്ന് പേടിച്ചു ഒരൊറ്റ ഓട്ടം. എവിടെയെന്നറിയാമോ? ഒരു മരത്തിൻ്റെ മുകളിലേക്ക്. നമുക്കറിയാം അല്ലേ, പൂച്ചയെ ആരെങ്കിലും ശല്യപ്പെടുത്താൻ ശത്രു വന്നാൽ അത് മരത്തിൻ്റെ മുകളിൽ ഓടിക്കയറും അല്ലേ? അതേപോലെ അത് ഓടിച്ചെന്ന് മരത്തിൻ്റെ മുകളിൽ കയറി. അപ്പോൾ ഈ കുറുക്കൻ എന്തെന്നറിയാമോ? 100 വിദ്യ പഠിച്ചൊക്കെയാണ് അല്ലേ, ശത്രു വന്നാൽ രക്ഷപ്പെടാനുള്ള 100 വിദ്യ. അപ്പോൾ കുറുക്കൻ ഇങ്ങനെ ആലോചിക്കുക, ഏത് വിദ്യ കൊള്ളാം, ഏതടവ് പ്രയോഗിച്ചാലാണ് രക്ഷപ്പെടാനായിട്ട് കഴിയുക, ഏത് ഉപയോഗിക്കണം എന്നൊക്കെ ഓരോന്നായിട്ടിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞുതരാം. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് പുലി വെറുതെ ഇരിക്കുമോ? ഇല്ല. പുലി ചാടി കുറുക്കൻ്റെ ദേഹത്ത് വീണു. കുറുക്കനെ അടിച്ച് പപ്പടമാക്കി കുറുക്കനെ അങ്ങ് ശാപ്പിടാൻ തുടങ്ങി. അങ്ങനെ കുറുക്കനെ മുഴുവനും ആരകത്താക്കി? പുലി അകത്താക്കി. പുലി പോയി. കഥ മനസ്സിലായോ കൂട്ടുകാരെ? കഥ ഇതാണ്. കഥ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം 100 വിദ്യകൾ പഠിച്ചത് കൊണ്ടല്ല, ആ പഠിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിലാണ്, പെട്ടെന്ന് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രാവർത്തികമാക്കി രക്ഷപ്പെടുന്നതിലാണ് കാര്യം അല്ലേ, പ്രയോജനപ്പെടുത്തുന്നതിലാണ് കാര്യം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്നുള്ളതിനല്ല, അറിയാവുന്ന കാര്യങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിലാണ് കാര്യമിരിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ 100 വിദ്യ പഠിച്ചിട്ട് വന്നതാണ് കുറുക്കൻ. പക്ഷേ ആലോചിച്ചുകൊണ്ട് നിന്നതുകൊണ്ട്, പെട്ടെന്ന് പ്രയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് അവന് ജീവൻ നഷ്ടപ്പെട്ടു അല്ലേ. അപ്പോൾ അറിയാവുന്ന കാര്യം, പൂച്ചയ്ക്ക് ഓടി രക്ഷപ്പെടുക എന്ന് പറഞ്ഞത് മാത്രമേ അറിയാവൂ. പൂച്ച ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അല്ലേ. അപ്പം അതുപോലെ അറിയാവുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക, അതിനെ പ്രയോജനപ്പെടുത്തി
അത് അനുഗ്രഹമാക്കുക എന്നുള്ളതാണ് അല്ലേ. നമ്മൾ തിരുവചനത്തിലൊരു ഭാഗം പഠിക്കുന്നുണ്ട്. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ഉപയോഗിച്ചു കൊള്ളുവിൻ. കിട്ടുമെന്ന് അറിയാമല്ലേ? കിട്ടുമല്ല കിറ്റി. കിട്ടുമല്ല കിറ്റിയാണ്. അപ്പോൾ കിറ്റിക്ക് അറിയാമോ? എനിക്കറിയാം. ഇപ്പോൾ പറഞ്ഞില്ലേ? അത് ഞാനല്ലേ പറഞ്ഞു. അങ്കിൾ പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു. അങ്കിള് പറഞ്ഞപ്പോൾ ഞാനും അറിഞ്ഞു എന്നാ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ വചനം, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. അപ്പോൾ ഈ ചോദ്യം അതിലുണ്ട് കേട്ടോ. ഈ വചനം ഏത് പുസ്തകം, ഏതധ്യായം, എത്രാമത്തെ വാക്യം? ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. അപ്പോൾ കണ്ടെത്തി മറുപടി അയക്കുകയില്ല, സമ്മാനമുണ്ട്. മറുപടി അയക്കുന്നവർക്ക് സമ്മാനമുണ്ട്. കിറ്റിയാണ് സമ്മാനം നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. കിറ്റ് തരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് കണ്ടെത്തി എഴുതി അറിയിക്കുക. അപ്പോൾ അതുവരേക്കും ബൈ ബൈ. ടാറ്റാ. കൂട്ടുകാർക്കെല്ലാം ഇന്ന് നിങ്ങൾ കേട്ട ബൈബിൾ സംഭവം ഇഷ്ടപ്പെട്ടോ? അതിൻ്റെ അവസാനം ഒരു ചോദ്യം ചോദിച്ചില്ലേ? അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ എത്രയും വേഗം അതിൻ്റെ ഉത്തരം ഞങ്ങൾക്ക് എഴുതി അയയ്ക്കുക. ഞങ്ങളുടെ അഡ്രസ്സും വാട്സാപ്പ് നമ്പറും ഈ പ്രോഗ്രാമിൻ്റെ അവസാനം നിങ്ങൾക്ക് നൽകുന്നതാണ്. വിനോദവും വിജ്ഞാനവും ഒക്കെ നൽകുന്ന സെഗ്മെൻറ്റുകൾക്ക് ശേഷം ഇനി അല്പനേരം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അടുത്ത സെഗ്മെൻറ്റ് പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം ദൈവസന്നിധി. പ്രാർത്ഥിക്കാം. മഹോന്നതങ്ങളിൽ വാസം ചെയ്യുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹവും മഹത്വം നിറഞ്ഞ ഒരു നല്ല നേരത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധനായ ദൈവമേ, ലോകത്തിലായിരിക്കുന്ന എല്ലാ ഭരണകർത്താക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർ ലോകത്തെ വളരെ അനുഗ്രഹത്തോടുകൂടി നയിക്കുവാനും ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം അങ്ങിടയാക്കുകയാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകത്തായിരിക്കുന്ന ഭരണകർത്താക്കൾ തമ്മിൽ ദൈവമേ വളരെ ഐക്യത്തിലും നന്മയിലും ജീവിപ്പാൻ തക്കവണ്ണം അങ്ങിടയാക്കുകയാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവമേ ഭയങ്കരമായ യുദ്ധങ്ങളും ക്ഷാമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന വേളയിലും പരസ്പരം വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി നന്മയോടുകൂടി അവർ ദൈവമാർഗത്തിൽ നിലനിൽക്കുവാനും സമാധാനത്തിലും ബുദ്ധിയോടുകൂടി ദൈവമേ ജനത്തെ ഭരിക്കുവാനും നയിക്കുവാൻ തക്കവണ്ണം അങ്ങിടയാക്കുകയാണെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആശീർവാദം, വഴിനടത്തിപ്പും കാവലും കൃപയും അവരോടൊപ്പം കൂടെ ഇരിക്കണം. വളരെ ബുദ്ധിയോടുകൂടി, ജ്ഞാനത്തോടുകൂടി, വിവേകത്തോടുകൂടി ദൈവം ജനത്തെ ഭരിക്കുവാനും ജനത്തെ നയിക്കുവാനും ദൈവ നന്മയോടുകൂടി അവർ ജീവിപ്പാൻ തക്കവണ്ണം അങ്ങിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആശ്രയവും കരുതലും കാവലും കൂടെ ഇരിക്കണം. സമാധാനവും സന്തോഷവും ഐക്യതയും ഉളവാക്കുന്ന ഒരു നല്ല ഭരണം കാഴ്ചവെക്കുവാൻ തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളിലൂടെ അങ്ങ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രാജ്യങ്ങളിലും നല്ല നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്ത് അവരെ കാത്തുകൊള്ളണം. തുടർന്നുള്ള നിമിഷങ്ങളിലും കൂടെ ഇരിക്കണം. യേശു രക്ഷകൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് ഞങ്ങൾ കരുതുന്നു. ഇത്ര നേരവും ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉത്തരങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. Our new address, Christian Media Center, number 105, Pantheon Road, 2nd floor, Egmore, opposite to Egmore Museum, Chennai, 600008. Our phone number 044 2432 0488.